ഹായ് ഫ്രണ്ട്സ്, ഷാലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് സവാളയാണ്. ഒരു 3 സവാള, വലിയ സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതിന്റെ നടുവിലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു കട്ടി ഭാഗം ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. സവാളരിമ്പോഴേ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുന്നത് പോലെയാണ് കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണീര് ഒഴുകി വരുന്നത്. സവാളയെല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇതുപോലെയുള്ള ഒരു ബോക്സിലാണ് വെളുത്തുള്ളി ഇട്ട് സൂക്ഷിക്കുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ബോക്സിലായിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ കുറേ നാൾ കൂടുതലായിട്ട് ഇരിക്കും, കേടാകാതെ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഒട്ടും ഡെക്കറേഷൻ കുറയ്ക്കണ്ടെന്ന് കരുതി ഒരു കണ്ണാടി ബൗൾ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിടാം. വീഡിയോ ഇഷ്ടമായാലേ ഒരു ലൈക്കും കൂടി ചെയ്തേക്കേ, എങ്കിലും അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോവുകയുള്ളൂ. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കി വെക്കണേ. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിക്കുട്ടനെയാണ്. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അതൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളകാണ്. ഇത് എൻ്റെ തോട്ടത്തിലുള്ള തന്നെ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇത് പറിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2 പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട്. 2 പച്ചമുളക് മതിയാവും. എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന മുളക് പൊടി നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് 2 പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും ഇവിടെ ഇരിക്കട്ടെ, അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോയ എടുത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ വീണ്ടും ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും ചൂടായിട്ട് നിൽക്കുന്നത്. ഇനി ഒരു അരിപ്പയിലൂടെ അരിച്ചു കൊടുത്തതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് മാറ്റി പിന്നെ നല്ല തണുത്ത വെള്ളമാണ്, തണുത്തതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമല്ല, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുക. ഇവന് നമുക്ക് ഒരു 2-3 വെള്ളമെങ്കിലും ഞെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറി കിട്ടണം. ഞെക്കി പിഴിഞ്ഞ് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ 2 അയലക്കുട്ടന്മാരെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ രാവിലെ ഉള്ള സമയം കൊണ്ട് എല്ലാം നടക്കണമല്ലോ. അതിനായിട്ട് തേങ്ങയും ചെറിയുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ കുറച്ച് പുളി, ആവശ്യത്തിനായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇടാനുള്ള തക്കാളി എടുക്കാൻ പോയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഈ ചെക്കൻ്റെ കാലിൽ ചക്രവും കെട്ടി ഭൂമി നമസ്കാരം ചെയ്ത് നിൽക്കുന്നു. മനസ്സിലായില്ലേ? വീണ് എണീറ്റ് ചന്തി ഇടിച്ച് നിൽക്കുന്നെന്ന്. അപ്പോൾ അതും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവൻ നിന്ന് കളിക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളിയിലേക്ക് പോവാം. തക്കാളി ചെടിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. തക്കാളി വിചാരിക്കുകയായിരിക്കും ഇവൾ എന്നെ പഴുക്കാനും സമ്മതിക്കില്ലെന്ന്. കാരണം എന്ന് വെച്ചാൽ 2-3 പച്ചത്തക്കാളി ഞാൻ ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് നടത്തായിരുന്നു. വീണ്ടും ഒരെണ്ണം അടക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും അടുത്ത് മീനിലേക്ക് ഇടാനായിട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഓടി വന്ന് പിച്ചെടുത്താൽ മതിയല്ലോ. അതും എടുത്തുകൊണ്ട് വന്നത് മീൻ കഴുകിയതിലേക്ക് അരപ്പും എടുത്ത് ഒഴിച്ച് തക്കാളി അരിഞ്ഞിട്ട് പച്ചമുളക് 2-3 കീറിയിട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞെടുത്ത സോയയിലേക്ക് മുട്ടയും ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നമുക്ക് സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്ത സെറ്റ് ആവില്ല, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്ക് മുട്ടയിലെയും മസാലയിലും കൂടെ കുളിപ്പിച്ചെടുത്ത സോയാബീനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് വറുത്ത് പൊരിച്ച് കോരാം. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അതിലേക്ക് കടുക് ചേർത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചില്ലേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കളർ നിന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ട് ഈ സമയം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള
ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. സവളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ ചിക്കൻ മസാല, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലായിട്ട് പുട്ട് അവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള സോയ ചേർത്ത് കൊടുക്കാം. കുറച്ച് സോയ പൊരിച്ചത് മാറ്റി വയ്ക്കുന്നുണ്ട് മക്കൾക്ക്. അപ്പോൾ ബാക്കി ഇട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പുട്ടിൽ ആവി വന്നിട്ടുണ്ട്. പുട്ടുമായിട്ട് ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടാണ് കുത്തി ഇളക്കുന്നത്. അപ്പോൾ ഇളകി വന്നപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതാ കണ്ടില്ലേ, ഒടിഞ്ഞും വലിഞ്ഞും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഗ്രേവിക്കായിട്ട് കുറച്ച് മൈദപ്പൊടി, കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് കുറുകുറയുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതില്ലാത്തതുകൊണ്ടാണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടിയിൽ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് മൈദപ്പൊടി ചേർത്തതിന് ശേഷം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഷാലു കിച്ചൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.